ഒന്ന് പറയട്ടാ. പറയാടി ഇത് ഇങ്ങനെ ടക്കനെ ചോദിച്ച ഉടനെ അടുത്തങ്ങ് പറയാൻ എന്തരുത്. പിന്നെ ഒന്ന് പെട്ടെന്ന് പറ. പെട്ടെന്ന് പറയാ. ആലോചിച്ചെടുക്കണ്ടേ വേറെ. കിട്ടി. പറയാം, കേട്ടോണം. അതായത് മക്കളെ, ഈ സ്നേഹം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഓരോ അവസ്ഥ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് തെറ്റ് മക്കളെ, നിന്റെ ചേട്ടന് വിവരമില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും നിന്റെ ചേട്ടൻ പറഞ്ഞ പോലെ അവസ്ഥ അനുസരിച്ച് മാറത്തൊന്നുമില്ല. സ്നേഹം കൊടുക്കുന്നവര് സ്നേഹം ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും, സ്നേഹം ഏറ്റുവാങ്ങുന്നവരോ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. ഇതൊരു പ്രോസസ്സാണ്, മനസ്സിലായ? ബാക്കി ഇരിക്കും എല്ലാം കൂടെ. കാച്ചിന്റെ കാര്യം വരുമ്പോ മാത്രം എല്ലാം അങ്ങ് തീരുമാനമായിരിക്കും. എന്തോ കാച്ചിന്റെ കാര്യം വരുമ്പോ എന്റെ പൊന്നു മക്കളെ ഈ സ്നേഹമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കും. എടേ, കുറച്ചു പേരെങ്ങനെയാണെന്നും വെച്ചോണ്ട് നീ എല്ലാവരും കൂടെ അടച്ചാക്ഷേപിക്കരുത്. ഞാനങ്ങനെ മാർത്തൊന്നുമില്ല. എനിക്ക് എല്ലാവരുടെ അടുത്തും സ്നേഹം. തന്നെ മക്കളെ, തന്നെ മക്കൾക്ക് ഇപ്പൊ എല്ലായിടത്തും സ്നേഹമായിരിക്കും. കുറച്ച് കഴിയുമ്പോ കാണും. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ട പോലെ അല്ലേ? എന്റെ കാര്യത്തിൽ എന്തിനുണ്ടെന്നു ചുമ്മാ അടങ്ങി ചേട്ടാ, കൊച്ചു നീ പറഞ്ഞു തെറ്റിക്കല്ലേ. എന്താണ് എന്തോന്ന് ചർച്ച? അറിഞ്ഞുകൂടെ മനുഷ്യനും സ്നേഹവും an empirical റിലേഷൻഷിപ്പ്. എന്റെ അമ്മയെ വൻ ചർച്ചയുള്ള. എന്നിട്ട് എവിടെ വരെ എത്തി? എവിടോ വരെ എത്തി, എങ്ങനെയോ പൊക്കോണ്ടിരിക്കുന്നു. എന്ത് പറ്റി, കൂടുന്നോ? നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വഴിയിൽ കയറിക്കോളാം. പറഞ്ഞു തുടങ്ങി എന്തായിരുന്നു? അതായത് ഇപ്പൊ പൈസ വരുമ്പോഴത്തേക്കും മനുഷ്യര് മാറുന്നു. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്റെ കോളേജില് ഒരുത്തനുണ്ടായിരുന്നു, ഒരു കപ്പിൾസ്. അവരൊരു 7 വർഷം ഒരു ഇൻട്രസ്റ്റ് 7 വർഷമായിട്ട്. അതെങ്ങനെയാ ചേട്ടൻ്റെ? ഇല്ല പറ. ഇപ്പം അവള് വേറൊന്നിനെ കിട്ടിയപ്പോ എന്നോട് അങ്ങ് പോയി. അതാ പയ്യൻ കൊള്ളില്ലാത്തോണ്ടായിരിക്കും. നിന്റെ കോളേജിലെ പയ്യനെ കൊള്ളില്ലാത്തോണ്ടായിരിക്കും. കൊള്ളൂല്ലോ, അതൊക്കെ അവന്റെ കാര്യം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അവൻ എന്തായാലും അണ്ടി വേണ്ടാനെ പോലിരുന്നിട്ട് 3 സെമ്മാണ് മുക്കിന് പൊട്ടിയത്. 3 സെമ്മ? എന്താ എടി, അവന്റെ മാനസികാവസ്ഥ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അവൻ സംസാരിക്കണ കേൾക്കണം ചില സമയം, ഒരു ബന്ധവുമില്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ 3 സെമ്മിന് പൊട്ടുക എന്നൊക്കെ പറയാൻ മോശമല്ലേ? 3 സെമ്മ് ഇവിടെ ബാക്കിയുള്ളവന്മാര് വേറെ എന്തൊക്കെയോ ചെയ്യണം. ഇപ്പോഴാണ് 3 സെമ്മ്. ചേച്ചി, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചേച്ചിക്ക് അളിയനെയാണോ കൂടുതൽ ഇഷ്ടം, അതോ അളിയന് ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടം? എന്ന് വെച്ചാ ചേച്ചിക്ക് അളിയനെയാണോ കൂടുതൽ ഇഷ്ടം, അളിയന് ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടമെന്ന്? അളിയന് ചേച്ചിയോട് വർത്താനാണോ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞേ? നീയല്ലേ വർത്താനം പറഞ്ഞു തുടങ്ങിയത്? ഞാനാണോ? ഇവനാണ് പറഞ്ഞത് ചോദിച്ചു, ഞാനല്ല. നേരത്തെ അങ്ങനെ പറഞ്ഞ എന്തിനാന്ന്? ശരി പറയാ. കേശു പറയും. ഇപ്പം അളിയൻ ചേച്ചിനെ എന്താണ് വിളിക്കണം? ലച്ചൂസേ, ലച്ചുക്കുട്ടി, ലച്ചുമ്മ, മുത്തേ, ചക്കരേ, തൊട്ടുടു, അങ്ങനെയൊക്കെയാണ് വിളിക്കണേ. അയ്യടാ, ചേച്ചി അളിയൻ എന്തിനാണ് വിളിക്കണേ? സിദ്ധു, സിദ്ധു പോയടേ. സിദ്ധു, ഇയാൾ എന്തുവാണ് കാണിക്കുന്നേ? ഇയാളെ കൊണ്ട് എന്തുവാ ഇത്? അത് ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കണതല്ലേ. ചിലപ്പോ ദേഷ്യത്തിനോടും വിളിക്കും. എന്റെ കൊച്ച സ്നേഹം ഉള്ളിടത്തെ ദേഷ്യമുള്ളൂ. പക്ഷെ സ്നേഹമില്ലാത്ത ദേഷ്യം കാണും. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പാവാളിയനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് മോശമാണ്. എടേ, പോടേ, വാടേ, വരടേ, എന്തരടേ. അല്ല, അത് ഞാൻ മറ്റേ ഏത് മറ്റേ എന്തോന്നു? എന്ത് ഒരു കാര്യമില്ല. എന്നാലും അളിയനെ കയറിയിടാ പോടാ. വേറെ അയ്യൻ തന്നെ കേട്ടോ. നമ്മള് ഒരു ഹസ്ബൻഡിനോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. ഏട്ടാ എന്നൊക്കെ വിളിക്കണം. അങ്ങനെയാണെങ്കിൽ മേറിൽ നിന്നെ എന്താ വിളിക്കണത്? എടാ പോടാന്നൊക്കെയല്ലേ. അതിനെ കൂടിയിട്ട് വിളിക്കുന്നുണ്ടോന്നാണ് എന്റെ സംശയം. നീ എന്താ വിളിക്കണേ? ഇറങ്ങി ചർച്ചയൊക്കെ മാറി ഇറങ്ങ്. കഥ കേൾക്കാതിരിക്കുന്നു. ആ കഥന്റെ അവിടെ ഒളിച്ചെന്നാലാണോ നോക്കിയോ എറിഞ്ഞിരിക്കും. വിഷയം കം ടു ദി പോയിന്റ്. വിട്ടില്ല? ഇല്ല, വിട്ടില്ല. ഇവിടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ റിലേഷൻഷിപ്പിലാണല്ലോ.
ഉണ്ട്, കുഴപ്പമില്ല. കുറച്ച് നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോ അവളെന്നെ ചേട്ടാന്ന് വിളിച്ചോളും. ഈ പോക്കാണെങ്കിലേ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവനെ കൊണ്ട് അവള് ചേച്ചിന്ന് വിളിപ്പിക്കും. ചേച്ചി മെർലിൻ ചേച്ചി. ചിരിക്കൊന്നും വേണ്ട, ഇപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം കേട്ടാ. കം ടു ദ പോയിന്റ്. ഇപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം? ചേച്ചി അളിയനെ എടാ പോടാ വെട്ടാവളിയെന്നൊക്കെ വിളിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതൊരു വിഷയമൊന്നുമില്ല, നീ ഇറങ്ങി പോയാ മതി. നമ്മള് പോയേക്കാവേ. ഞാൻ മനസ്സിൽ ഇടക്കിടക്ക് വന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളു. He doesn't deserve this, ചേച്ചി. മോനെ പിന്നെ എടാ പോടോന്നല്ലാതെ ഞാൻ പിന്നെ വേറെ എന്ത് വിളിക്കാന്? എടാ സിദ്ധു, എന്ത് കുഴപ്പം? നല്ലല്ലേ? സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ. ഒന്ന് പിന്നെ സിദ്ധൂസ് എന്ന് വിളിക്കാം. സിദ്ധൂസ്, സിദ്ധൂസേ. മേനയില്ലല്ലോ. ആ സിദ്, സിദ്. ചേച്ചി ഞാന് കവിത എഴുതണാ? കവിതയൊന്നുമല്ല, സാധനങ്ങളുടെ ലിസ്റ്റ്. സാധനങ്ങളുടെ ലിസ്റ്റ് ചേച്ചി എഴുതണ? എന്താ അമ്മമ്മ കണക്കാനി നാട് വിട്ടു പോയാ? അല്ല ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഇനിയിപ്പം ചേച്ചിയുടെ സാധനങ്ങളുടെ ലിസ്റ്റ് ആയിട്ട് നടക്കട്ടെ, നമ്മൾ പോകുന്നു. പോലെ പോലെ എനിക്കേ അല്ല ചോദിക്കുന്ന ഇച്ചിരി ക്രിഞ്ച് പരിപാടിയാണെന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കുക. എനിക്ക് സിദ്ധുവിനെ വിളിക്കാൻ ഒരു പേര് വേണം. സിദ്ധുവിന്റെ പേരല്ലേ സിദ്ധു? സിദ്ധു എന്ന് വിളിച്ചാ പോരെ? അതല്ല, സ്നേഹത്തോടെ വിളിക്കാൻ ഒരു പേര്. സ്നേഹത്തോടെ? സിദ്ധു നീട്ടി വിളിച്ചാ മതി, ആ നീട്ടിലെ സ്നേഹം വന്നോളും. ഇല്ലടാ സിദ്ധു. അതല്ല, നമ്മളിങ്ങനെ സിദ്ധുസേ. ഇപ്പൊ സിദ്ധു അല്ലേ ലച്ചൂസേന്നാണല്ലോ വിളിക്കുന്നേ, അതുപോലത്തെ നിക് നെയിം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇത്ര നേരം ഇവിടുന്ന് എഴുതിക്കൊണ്ടിരുന്നല്ലേ? കൊച്ചു കള്ളി. വായിക്കട്ടെ 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 വായിക്കട്ടെ. ചെസ് നമ്പർ 1. കരളേ കുത്ത് കുത്ത് കുത്ത്. കരളി കരളച്ച് കരള എവിടെ പോവാ? കരള ചായ അത് വെട്ട്. എന്നാ വെട്ടി. കരള ചായ കുടിച്ചോന്നൊക്കെ. കരള വെട്ടിന്ന്. ശരി ശരി, കരള് വെട്ടി. ചെസ് നമ്പർ 2. ഏട്ടായി. ഏട്ടായി പക്ഷെ കൊള്ളാം കേട്ടാലോ ചേച്ചി. ഏട്ടായി നമുക്ക് ഫിക്സ് ചെയ്തല്ലോ. ഏട്ടായി കോഫി. അതിപ്പോ ട്രെൻഡ്. വെട്ട്. വെട്ടണ്ട, അത് ചേച്ചി ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു പേര് പറയട്ടെ. സിദ്ധുമോനെ എന്ന് വിളിച്ചാലോ? ലച്ചുമോളും സിദ്ധുമോനും. സിദ്ധു മഞ്ഞ്. അളിയന്റെ ആ ഒരു ഗാംഭീര്യത്തിനും ആ ഒരു ശരീരത്തിനും ആ ഒരു തൂക്കത്തിനും ആ ഒരു ഹൈറ്റിനും പറ്റിയൊരു പേര് ഞാൻ പറയട്ടെ. ഒട്ടകം. അല്ലാതെ പിന്നെ ചേച്ചി എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്, പറയട്ടാ? പറ. ചേച്ചി ഇങ്ങനെ മനസ്സിൽ ഓരോ പേര് കണ്ടുപിടിച്ചിട്ടില്ലേ? ഇപ്പൊ ഇതിനകത്ത് എഴുതി വെച്ചേക്കണ പേരുകള്. ഇത് വേണ്ട എടി എന്തായാലും പേരുകൾ. ആ പേരൊക്കെ ചേച്ചി ഇങ്ങനെ അളിയന്റെ അടുത്ത് മാറി 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 ഇങ്ങനെ വിളിച്ച് സംസാരിക്കണം. അപ്പോ ഞങ്ങൾ അളിയന്റെ മുഖം ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അളിയൻ ചേച്ചി ഏത് പേര് വിളിക്കുമ്പോഴാണ് സന്തോഷവാനാകുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും. എന്നിട്ട് ആ പേര് നമ്മൾ ഫിക്സ് ചെയ്യും. അത് പൊളിക്കും. നൈസ് ഐഡിയ. നൈസ് ഐഡിയ അല്ലേ? നൈസ് ഐഡിയ. അത് ചെയ്തു. ഇത് വേണ്ടാട്ടോ. ചുരുട്ടി. അല്ല നിങ്ങൾക്ക് എന്താ അടുക്കള കാര്യം? നിങ്ങൾ പ്രതിപക്ഷമല്ലയോ? പ്രതിപക്ഷു? ആ, അടുക്കള കയറാത്ത പക്ഷം. ഫണ്ണ് ഫണ്ണ്. ക്രിയേറ്റിവിറ്റി. അവനെന്തി അമ്മമ്മേ? അവനവിടെ? ആര്? സിദ്ധു. എന്താ എന്താ അമ്മമ്മ ഇങ്ങനെ നോക്കണേ? അല്ല, കുറച്ച് ദിവസമായിട്ട് നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നിനക്കെന്താ കുറച്ചുകൂടെ സ്നേഹമായിട്ട് സിദ്ധുവിനെ വിളിച്ചാലേ? നീ സിദ്ധുവിനെ എന്തോ വിളിക്കുന്നേ? എടാ പോടാ, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് പോടാ, സിദ്ധു. അല്ല അത് ഞാൻ കണ്ട ഞങ്ങള് പറഞ്ഞ സെയിം കാര്യം തന്നെ ഇപ്പൊ അമ്മയും പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മ അടുത്ത് ഞാനൊരു സംശയം ചോദിക്കാം. ചോദിക്ക്. അമ്മമ്മ അപ്പൂപ്പൻ എന്താ വിളിച്ചോണ്ടിരുന്നത്?
കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് വന്നാട്ടെ വേണ്ടേ അതെ ഇത് അങ്ങനൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ പിള്ളേരുണ്ടായതിനു ശേഷം പിള്ളേരുടെ അച്ഛാന്ന് വിളിക്കും. ആരോടെങ്കിലും സംസാരിക്കുമ്പോ അദ്ദേഹം എന്ന് വിളിച്ചാൽ സംസാരിക്കാറുള്ളൂ. അല്ലാതെ നിന്റെ വോട്ട് എടാ പോടാ പാടാ എന്നൊന്നും ഞാൻ വിളിക്കാറില്ല. മോശം മോശം മോശം. അത് എടാപോടെന്ന് വിളിക്കുന്നത് മര്യാദക്കുള്ള ഇടാപോടല്ലേ അമ്മൂമ്മ? ഒരുമാതിരി. അതല്ലടാ സിദ്ധു വിളിക്കുന്ന എങ്ങനെ ലച്ചൂസേ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോഴും എന്താടാ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്നേ? അത് കേട്ടാ ആർക്ക് വരാൻ തോന്നും? പക്ഷെ അമ്മൂമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. ചേച്ചിക്ക് മനസ്സിലാവില്ലെങ്കിലും ഞങ്ങക്ക് മനസ്സിലാവും. അതുകൊണ്ട് അമ്മൂമ്മ പേടിക്കണ്ട. ഇന്ന് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തീരുമാനമാവും. അമ്മൂമ്മ നോക്കും. കാര്യം മനസ്സിലായില്ലല്ലോ. അമ്മൂമ്മ നമ്മളെ ലച്ചി ചേച്ചി അളിയനെ വിളിക്കാൻ എന്തൊക്കെ പേരാ കണ്ടു വച്ചേക്കണേന്നറിയോ? എന്താ പറയണ്ട വേണ്ട പറയണില്ല. എന്തൊക്കെ പേരാ? അത് ഞാൻ പറഞ്ഞ എന്നെ പേന വെച്ച് കുത്തിക്കില്ലേ. ആ വിഷയം എടുത്തത് ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ടാ എങ്ങോട്ടാ? സിദ്ധുവിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ചേച്ചി ഒരു കോഫി എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നു. അങ്ങനെ കോഫി മുടിയെ കഴിച്ച് സുന്ദരിക്കായിട്ട് ഒരു കോഫി ഒക്കെ കൊണ്ട് വാ. ഷോട്ടടോ അങ്ങനത്തെ ഞാൻ പിന്നെ കാപ്പി